ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രഭാത ഭക്ഷണത്തിന് സൂപ്പർ രുചിയിലൊരു മസാല ദോശ തയ്യാറാക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ഇനി ഇതുണ്ടാക്കുന്ന വിധം നോക്കാം. ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് 1 കിലോഗ്രാം അളവിൽ അരി എടുക്കുന്നുണ്ട്. അതിൽ 3 കപ്പ് പച്ചരിയും 1 കപ്പ് പുഴുക്കലരിയുമാണ് എടുക്കുന്നത്. ഇനി ഇത് 2-3 തവണയായി കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുതിർക്കാനായി പാകത്തിന് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് 1 കപ്പ് ഉഴുന്ന് പരിപ്പാണ്. ഇതും 2-3 തവണയായി കഴുകിയെടുക്കാം. ഇപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് നല്ല വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇവ രണ്ടും 10-12 മണിക്കൂർ വരെ കുതിർക്കാനായി വെക്കാം. ഇപ്പോൾ 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് കുതിർന്നു വന്നിട്ടുമുണ്ട്. ഇനി ഉഴുന്നുപരിപ്പ് മിക്സി ജാറിലേക്ക് ചേർത്ത് കുതിർക്കാനായി ചേർത്ത വെള്ളം തന്നെ ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ ഉഴുന്നുപരിപ്പ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ചേർക്കാം. അങ്ങനെ ഉഴുന്നുപരിപ്പ് കംപ്ലീറ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി ചേർത്ത് അരച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സി ജാറിലേക്ക് അരി കുറേശ്ശെ ചേർത്ത് അരച്ചെടുക്കാം. കുതിർക്കാൻ വേണ്ടി നല്ല വെള്ളം ചേർത്ത കാരണം അതേ വെള്ളം തന്നെയാണ് അരച്ചെടുക്കാനും ചേർക്കുന്നത്. അങ്ങനെ അരിയും ഒട്ടും തരിയില്ലാതെ തന്നെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കയ്യിൽ വെച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ മാവ് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പുളിക്കാനായി വെക്കണം. 6 മണിക്കൂർ നേരമേലും കുറഞ്ഞത് വെക്കണം. ഇപ്പോൾ 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്നു നോക്കാം. മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ ദോശയ്ക്കുള്ള മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മീഡിയം സൈസിലുള്ള 6 ഉരുളൻകിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 കഷ്ണങ്ങളാക്കിയെടുത്ത് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കണം. മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു ചൂടായ ചീനച്ചട്ടിയിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ഇവ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കാം. വറ്റൽമുളക് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത 2 പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 വലിയ സബോള പൊടിയായി അരിഞ്ഞത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. സബോള വഴന്നു വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുഴുങ്ങിയെടുത്ത ഉരുളൻകിഴങ്ങ് ചേർക്കാം. ഞാനിവിടെ ഉരുളൻകിഴങ്ങ് തൊലി കളഞ്ഞ് ഉടച്ചെടുത്തതിന് ശേഷമാണ് ചേർത്തിട്ടുള്ളത്. ഇങ്ങനെയാകുമ്പോൾ ചേർത്തിളക്കാൻ എളുപ്പമാകും. പിന്നെ ഇതിലേക്ക് ചെറിയ ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം.
അതിനുവേണ്ടി ചൂടായ ചട്ടിയിലേക്ക് എണ്ണ തടവിയതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി പരത്തിയെടുക്കണം. ഇപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ മൊരിഞ്ഞു വരുന്ന സമയത്ത് ദോശയുടെ സെൻറ്ററിലായി മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 3 വശം മടക്കി വെച്ച് ചട്ടിയിൽ നിന്നും എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മസാല ദോശ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.